ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ ഈ മാവൂർ ഫയർ സ്റ്റേഷന് വരാതിരിക്കാനും ഇത് വൈകാനും ഇടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് ഏലൂർ മാവൂർ എന്നുള്ളത് ഏലൂർ എന്നായി മാറി എന്നതാണ് 3 വർഷം ഇത് വൈകാൻ ഇടയാക്കിയത് എന്ന തെറ്റിദ്ധാരണ നടത്തുന്ന വസ്തുതയുമായി പുലബന്ധമില്ലാത്ത ഒരു വാദം പലരും ഉന്നയിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ ഏലൂരിൽ 2017 അത് പുതുക്കി പണിതു. 2017 അത് പുതുക്കി പണിതു, പുതിയ കെട്ടിടമുണ്ടാക്കി അതിലേക്ക് മാറ്റി. അപ്പൊ ആ ഏലൂരും മാവൂരുമായി മാറി എന്ന് പറയുന്നതിന് ഒരു ബന്ധവുമില്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത് പറയുന്നത്. അങ്ങനെ 2019 തത്വത്തിൽ ഇതിന് അംഗീകാരം വരുന്നത്. 2017 പുതുക്കി പണിത് ഞാൻ നേരത്തെ പറഞ്ഞ 3/5/2019 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാന നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളി. തീരുമാന നമ്പർ ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ F1/16/583/2016 എന്ന് പറയുന്ന ഒരു ഉത്തരവിന്റെ പിൻബലത്തിൽ 2019 മെയ് മാസം 3-ാം തീയതി മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് 31 പവർ നമ്മുടെ സ്റ്റേഷനുകൾ ആരംഭിക്കാൻ, ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനുകൾ ആരംഭിക്കാൻ തീരുമാനമെടുക്കും. അങ്ങനെ തീരുമാനമെടുത്തെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇതിന് സ്ഥലം കൊടുക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇത് സ്ഥലം ഏറ്റെടുത്ത് നൽകേണ്ടത്. മാവൂർ പഞ്ചായത്തിനോട് പറഞ്ഞു ഫയർ സ്റ്റേഷൻ തുടങ്ങുന്നതിന് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ. മാവൂർ പഞ്ചായത്തിനോട് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും നമുക്കൊരു ന്യായമായ വശം എന്നുള്ളത് നമുക്ക് തോന്നും. കാരണം മാവൂർ പഞ്ചായത്തിന്റെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് തിരഞ്ഞെടുക്കാം. എങ്ങനെയാ പണമില്ലാതെ? പണം ഉണ്ടാക്കാൻ ആവശ്യമായ സംവിധാനം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, ത്രിതല പഞ്ചായത്തുകൾക്ക് 40% ഫണ്ട് നീക്കി വെച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനകീയ ആസൂത്രണം ആരംഭിച്ച കാലം മുതൽ കൊടുക്കുന്നുണ്ട്. പഞ്ചായത്താണ് ഏറ്റെടുത്ത് കൊടുക്കേണ്ടത്. മാവൂരിൽ അനുവദിച്ച ഫയർ സ്റ്റേഷൻ എന്തുകൊണ്ട് പഞ്ചായത്തിന് ഏറ്റെടുത്ത് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല? അവസാനം ഈ മാവൂർ ഗോളിയോർ അയൻസിന്റെ സ്ഥലം നമ്മുടെ സബ് സെന്ററിന് വേണ്ടി കൊടുത്തിട്ടൊരു സ്ഥലമുണ്ട്. തൊട്ടപ്പുറത്താണ് ഇപ്പോ നമ്മുടെ താൽക്കാലികമായ ഫയർ സ്റ്റേഷൻ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. യെസ്, ആയിക്കോട്ടെ, സ്ഥല പരിമിതിയുണ്ട്, അതിന്റെ സംഗതികളുണ്ട്. എന്നാൽ അങ്ങനെ വന്നപ്പോ അത് ഏറ്റെടുത്ത് നടത്താൻ ഇവിടുത്തെ പഞ്ചായത്തിന് സാധിച്ചു. ആരത് ഏറ്റെടുത്ത് നടത്തി? നമ്മുടെ മാവൂർ പഞ്ചായത്തിലെ വ്യാപാരി വ്യവസായികൾ മുൻകൈ എടുത്തുകൊണ്ട് അവിടെ ആ സ്ഥലം വിട്ടു നൽകുകയാണെങ്കിൽ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾ കണ്ടെത്താം എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപാരി വ്യവസായികൾ മുന്നോട്ട് വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ നിലയിലേക്ക് നമുക്ക് തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞത്. തുടർന്ന് നമ്മുടെ MLA 40 ലക്ഷത്തിനടുത്ത് ഫണ്ടാണ് അനുവദിച്ചത്. 2021-22 20 ലക്ഷവും, 2022-23 10 ലക്ഷവും, 2024-25 6 ലക്ഷവും MLA ഫണ്ടിൽ നൽകി, ആസ്തി വികസന ഫണ്ടിൽ നൽകിയിട്ടാണ് ഇന്ന് ആ കെട്ടിടം ആ നിലയിലെത്തിയിട്ടുള്ളത്. അപ്പൊ MLA ഒന്നുമല്ല, ഇതൊക്കെ ഞങ്ങളാണ് നടപ്പാക്കിയത് എന്ന് പറഞ്ഞ് ചാമ്പ്യന്മാരായിട്ടുള്ള ചില ആളുകളുണ്ട്. അവരുടെ ശ്രദ്ധയിലേക്ക് പെടുത്താനും കൂടിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പൊ അങ്ങനെ ഇന്ന് ഈ പ്രവർത്തനം എല്ലാം പൂർത്തീകരിച്ച് എല്ലാ നിലയിലും പൂർത്തീകരിച്ച് താൽക്കാലികമായി ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് ഫണ്ട് അനുവദിച്ചതും അതിന്റെ ഭാഗമായുള്ള പ്രവർത്തനം ഈ 5-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത്. അതുപോലെ 18/2/2021 ജിയോ MS നമ്പർ 5/2021 ആഭ്യന്തരം സ്ഥല സൗകര്യം ലഭ്യമാക്കിയ 5 ഇടങ്ങളിൽ മാവൂരിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. പ്രത്യേക പരാമർശത്തിലൂടെ മാവൂരിനെയും കൂടി അതിനകത്ത് ഉൾപ്പെടുത്താൻ MLA കൂടി സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായാണ് ആ 5-ൽ നമുക്ക് ഇടം നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. മാവൂരിൽ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 16/12/1965 443/37/65 ആരോഗ്യവും തൊഴിലും വകുപ്പ് ഉത്തരവ് പ്രകാരം ഗോളിയോർ അയൻസ് കമ്പനി ഹെൽത്ത് സബ് സെന്റർ തുടങ്ങാൻ സർക്കാരിന് വിട്ടു നൽകിയ സ്ഥലത്ത് MLA ഫണ്ടിൽ നിന്നാണ് ഈ പണം ചെലവഴിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഇന്നത്തെ സ്ഥിതിയിൽ നമുക്ക് തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞത്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 4 ഫയർ സ്റ്റേഷനുകൾ ഇതിന്റെ ഭാഗമായി 31 4 എണ്ണം
ഇപ്പോ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ആ തുടങ്ങാൻ വേണ്ടി 4 തീരുമാനിച്ചപ്പോ അതിൽ 1 മാവൂരിന്റേതാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈ 4 കൂടി 11 തസ്തികകളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. 11 തസ്തികകൾ. എന്നാൽ മാവൂരിന് മാത്രം, ഈ ഒരു പാരാ റെസ്ക്യൂ സെന്ററിന് മാത്രം, അത് പ്രത്യേകം എടുത്തു പറയേണ്ടത് നമ്മുടെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ ഇതിന് പണം മുടക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലിന്റെ കൂടി ശക്തമായ ഇടപെടലിന്റെ കൂടി പശ്ചാത്തലത്തിൽ മാവൂരിൽ 18 തസ്തികകളാണ് സൃഷ്ടിച്ചത്. ആകെ 4 തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചാൽ 3 കൂടി കിട്ടുന്നത് 11, നമുക്ക് 1 മാത്രം 18 തസ്തികകൾ. ഇതൊന്നും വിസ്മരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ 18 തസ്തികകളോട് കൂടി നമ്മുടെ മാവൂരിലെ ഫയർ സ്റ്റേഷൻ തുടങ്ങാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു. എന്നാൽ അവിടെ ചെയ്തിട്ടുണ്ടോ? അവിടെ ചെയ്തില്ല. ഇതൊക്കെ MLA-യുടെയോ ഗവൺമെന്റിന്റെയോ അനാസ്ഥയുടെ ഭാഗമാണ്. ഇതിന്റെ സ്ഥലം ഏറ്റെടുത്ത് അതിന്റെ സംവിധാനം ഉണ്ടാക്കി, അതിന് കെട്ടിടം ഉണ്ടാക്കി, അത് കഴിഞ്ഞ ശേഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അതിന് നമ്പർ കൊടുക്കട്ടെ. ആരാ കൊടുത്തത്? തദ്ദേശ സ്വയംഭരണ മാവൂർ ഗ്രാമപഞ്ചായത്താണ് കൊടുക്കേണ്ടത്. എന്നാ കൊടുക്കുന്നത്? 16/1/2026 ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ്, അതുപോലെ ഈ ഫയർ സ്റ്റേഷൻ തുടങ്ങുന്നതിന് ആവശ്യമായ മറ്റ് സർട്ടിഫിക്കറ്റുകളും 16/1/2026 കൊടുക്കുക. ഈ ജനുവരി മാസം 16 ഒരു അമാന്തവുമില്ലാതെ 33-ാം ദിവസമാണ് ഇതിന്റെ തീരുമാനം വരുന്നത്. 33-ാം ദിവസം കൊടുത്ത് കൃത്യമായി 33 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഗവൺമെന്റ് ഇതിന് 18 തസ്തിക സൃഷ്ടിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനത്തിലേക്ക് പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ നമ്മുടെ കുന്നംകുളം നിയോജകമണ്ഡലം MLA ഈ പ്രത്യേകം താല്പര്യമെടുത്ത് അത് നമ്മുടെ ധനകാര്യ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പ്രത്യേക നിർദ്ദേശത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്ര വേഗം നമുക്ക് ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് എപ്പോ കിട്ടിയ ഉടനെ ഗവൺമെന്റ് അതിൽ ഇടപെട്ട് അത് പൂർത്തീകരണത്തിനും അത് ഉദ്ഘാടനത്തിനും വേണ്ടി തയ്യാറായി എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ മാവൂർ പഞ്ചായത്തിൽ ഈ കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നമ്മുടെ MLA നടപ്പാക്കുന്ന വികസന പദ്ധതികളുടെ സിംഹഭാഗവും മാവൂർ പഞ്ചായത്തിൽ എടുത്തു നോക്കിയാൽ ഇപ്പം തന്നെ 71 കോടി രൂപയുടെ പദ്ധതി ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോകും. ഇത് പറയാൻ കാരണം ഈ പറഞ്ഞതിന്റെ സിംഹഭാഗവും അതിന് ഗുണഭോക്താക്കൾ മാവൂർ പഞ്ചായത്തിലെ ജനങ്ങളാണ് എന്നുള്ളത് കൂടി നമ്മൾ വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഈ ഗവൺമെന്റും നമ്മുടെ MLA-യും എത്രമാത്രം താല്പര്യമെടുത്തുകൊണ്ടാണ് ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നത് എന്നുള്ള വസ്തുത ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിങ്ങനെ വിറക് പിടിക്കേണ്ട കാര്യമില്ല, വസ്തുതകളാണിത്. ഇതിനെല്ലാം രേഖയുണ്ട്. ഈ ഞാനിവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെന്റിന്റെ രേഖയുണ്ട്. രേഖ വേണമെങ്കിൽ നമ്മൾ ഹാജരാക്കാം. അത് നേരത്തെ ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് പത്രസമ്മേളനത്തിൽ കവിത പോലെ ഏതെങ്കിലും ഒരു പാറവലല്ല, അത് തീരുമാന നമ്പറില്ല, എന്തോ ഒരു എഴുത്ത് ഇങ്ങനെ കാട്ടിക്ക് സംഗതി പറയല്ല. കൃത്യമായ TS നമ്പർ, MS നമ്പർ എല്ലാം ഗവൺമെന്റ് ജിയോ എല്ലാം വെച്ച് കൃത്യമായ രേഖന്റെ ആ രേഖ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അവർ പറയാം, അതിനനുസരിച്ച് പറയാം. ആ വസ്തുതകളുടെ പിൻബലത്തിൽ മാത്രമേ നമ്മൾ ഈ കാര്യങ്ങൾ നടക്കൂ. നിലപാടുണ്ട്. ഇങ്ങനെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജോ അതുപോലുള്ള സംവിധാനങ്ങളോ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഗവൺമെന്റ് ആലോചിച്ച് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചാൽ സ്വാഭാവികമായും ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടികളുടെ നേതാക്കൾ എന്നുള്ള നിലയിൽ ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന UDF-ന്റെ നേതൃത്വം എന്തെങ്കിലും ഒരു ആലോചന നടത്തിയോ? അവർ പറയാം, എന്തെങ്കിലും ഇവിടെ ഭരിക്കുന്ന പാർട്ടികൾ ഞങ്ങളാണ്. ഈ ഇടതുപക്ഷ ആണല്ലോ ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വം എന്നുള്ളത് CPM-ആണ്. ആ CPM-ന്റെ MLA-യോ അല്ല CPM-ന്റെ മറ്റു നേതാക്കളെ ഉൾപ്പെടുത്തി ഇത് നമുക്ക് മാവൂരിൽ പിടിച്ചു നിർത്താൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ചർച്ച നടത്തിയോ? ഇവിടെ ഇപ്പോ 7 കോടി രൂപയ്ക്ക് ഒരു കമ്മ്യൂണിറ്റി ഹാളും കൺവെൻഷൻ സെന്റർ അതുപോലെ പഞ്ചായത്ത് ഓഫീസ് കോംപ്ലക്സ് ഉണ്ടാക്കിയല്ലോ. കടമെടുത്തിട്ടല്ല ഉണ്ടാക്കി. എന്തുകൊണ്ട്? സർക്കാർ മെമ്പറുണ്ടല്ലോ, അവരെല്ലാം ഉൾപ്പെടുത്തി രാഷ്ട്രീയ പാർട്ടികളുടെ ആകെ യോഗം വിളിച്ചു ചേർത്ത് ആ യോഗത്തിനൊരു തീരുമാനമാക്കിയെടുത്ത് ഇത് കിട്ടാൻ പറ്റുമോ എന്നുള്ളൊരു പരിശോധന ഇവിടുത്തെ ഭരണാധികാരികൾ ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന UDF നേതൃത്വം നടത്തിയോ? അല്ല, അങ്ങനെ വരുമ്പോ എന്തുകൊണ്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇടപെടുന്നില്ല?
അവരെ ഒരു തീരുമാനം എടുത്ത് ഏകപക്ഷീയമായ തീരുമാനം എടുക്കുമ്പോൾ പാർട്ടി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മുന്നണി ഭരിക്കുന്ന മുന്നണി എന്നുള്ള രീതിയിൽ സംസ്ഥാനം ഭരിക്കുന്ന മുന്നണി എന്ന രീതിയിൽ നിങ്ങൾ എന്തുകൊണ്ട് അതിൻ്റെ അകത്ത് ഇടപെടുകയും അല്ലെങ്കിൽ അത് ചെയ്യുന്ന തെറ്റാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക അത് വികസനത്തിന് വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ചെയ്തിട്ടുള്ള സമരങ്ങൾ നടത്താമായിരുന്നു. അല്ല, അതോടൊപ്പം തന്നെ പെരുവേൽ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണല്ലോ. അവിടെ ഒരുപാട് വികസനങ്ങൾ ഗവൺമെന്റ് എടുത്ത് വികസനം നടത്തിയിട്ട് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അവര് UDFന്റെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർക്ക് എന്താ യോഗ്യത? അതാണ് പ്രശ്നം. ഇവിടുത്തെ അന്ധമായ രാഷ്ട്രീയ വിരോധമാണ് പ്രശ്നം. പെരിയൽ പഞ്ചായത്ത് UDF ആണല്ലോ, സത്യമില്ലെന്ന് കരുതി. പെരിയൽ പഞ്ചായത്ത് ഭരണ UDF ആണല്ലോ. ആ UDF ആണെങ്കിൽ പോലും ഭരണപരമായ ഒരു മികവ് പുലർത്തുന്നതിനും ജനങ്ങൾക്ക് സുതാര്യമായി കാര്യങ്ങൾ നടത്തുന്നതിനും വികസന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയമില്ലാതെ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പ്രവർത്തനം അവിടുത്തെ നേതൃത്വം നടത്തുന്നുണ്ടാവും. അതാണ് അവിടുത്തെ മെച്ചത്തിന് കാരണം. ഇവിടെ അതില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് അത് മാറ്റി ഒരുമിച്ച് പോകാൻ വേണ്ടി കഴിയണം. മറ്റൊന്നിനെ കുറിച്ച് അതിനെ ചോദിച്ച കാര്യം നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ 2015 മുതൽ 2020 വരെ മാവൂർ പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗമായിരുന്നു. നിങ്ങൾ പോയിട്ട് 2015 മുതൽ 2020 വരെയുള്ള ആ കാലഘട്ടത്തിലെ തീരുമാനം ഒന്ന് എടുത്തു നോക്കണം. വിയോജന കുറിപ്പില്ലാത്ത തീരുമാനം എന്താണ്? എന്തെല്ലാം തീരുമാനങ്ങൾക്കാണ് നമ്മൾ വിയോജന കുറിപ്പ് രേഖപ്പെടുത്തി കൊടുത്തത്? ആ മിനിറ്റ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്, തീരുമാനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ വിയോജനം വകവെക്കാതെയുള്ള ഭരണമാണ് അന്നിവിടെ നടത്തിയിട്ടുണ്ട്. അന്നത്തെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ആരായാലും വൈസ് പ്രസിഡന്റ് അറിയാം. അന്നത്തെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ് അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ആ പുല്ലുപോലെ വലിയ ഓരോ കാര്യങ്ങളും ആ പ്രസിഡന്റിന്റെ അന്ന് തുല്യ നിലയാണല്ലോ, 9-9 അപ്പൊ പ്രസിഡന്റിന്റെ പ്രത്യേക പരാമർശത്തിലൂടെ പ്രസിഡന്റിന്റെ കാസ്റ്റിംഗ് വോട്ടിലൂടെ എത്ര തീരുമാനമാണ് എടുത്തതെന്ന് നിങ്ങളൊന്ന് പോയി പരിശോധിക്കുക. അതാണ് ഭരണത്തിന്റെ ഗുണം. അതാണ് ഈ തീരുമാനങ്ങളൊക്കെ ഇങ്ങനെയാവാൻ കാരണം.